എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം ആ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോസിലോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മാക്സിമം വാരാഹി അമ്മയെ എല്ലാവരും അറിയണം എന്നുള്ള ഒരു കാര്യം. എനിക്ക് പല കാര്യങ്ങളും എനിക്കെന്നെ വാരാഹി ദേവി നടത്തി തന്നിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുന്നത്. കാര്യം എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ ഒരു വേ ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളുടെ ഒരു കാര്യം മാത്രം നമ്മൾ ആവശ്യപ്പെട്ട ദേവിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ള എൻ്റെ ഒരു ഇതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടിയല്ല, നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കാര്യം ചെവി കൊള്ളുമല്ലോ. അങ്ങനെ ഒരു ഇത് എൻ്റെ മനസ്സിലുണ്ട്. ശരിക്കും അത് ഒരു സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ശരിക്കും ഈ ചാനലിലൊന്നും വലിയ പിടുത്തമില്ല, ഒരു ഐഡിയ ഇല്ലാത്തതായിരുന്നു. ജസ്റ്റ് ഒന്ന് തുടങ്ങിയതായിരുന്നു. അപ്പോൾ ഒരു ഐഡിയ ഇല്ലാതെ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി മോണിറ്റൈസ് ആയത് പോലും. ശരിക്കും യാദൃശ്ചികമായി ഞാൻ പോലും അറിയാതെയാണ് മോണിറ്റൈസ് ആയത് തന്നെ. ഇതൊന്നും ഞാനായിട്ട് മനഃപൂർവ്വം ഒരു ചാനൽ തുടങ്ങി. ഇതിൽ കുറച്ച് കമൻസ് 1-2 പേര് കേട്ടോ, എല്ലാവരും അല്ല, 1-2 പേര് ലാസ്റ്റ് വീഡിയോയിലും ഇന്നത്തെ വീഡിയോയിലൊക്കെ രാവിലെ ഇട്ട വീഡിയോയിലൊക്കെ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പർപ്പസ്ഫുള്ളി അതിനകത്ത് വന്ന് മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കമൻറ്റ് ചെയ്തിരുന്നു. അവരോടൊക്കെ എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ആരും നിർബന്ധിക്കുന്നില്ല നിങ്ങളോട് ഈ ഒരു ചാനൽ വാച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ചാനലിൽ നിന്ന് ഒഴിഞ്ഞു പോവുക. വേണ്ടാത്ത കമൻറ്റ്സ് ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഇത് ദൈവികമായ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളൊരു ദൈവികമായ ഒരു ഇടപെടലിലൂടെ പോകുന്ന ഒരു ചാനലാണ്. അതായത് നിങ്ങൾക്ക് ഇതിനകത്ത് വാക്ക് തർക്കത്തിനോ അല്ലെങ്കിൽ ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാനോ ആ ഒരു രീതിയിൽ ഇതിൽ വരേണ്ട കാര്യമില്ല. സോ അവരോടൊക്കെ ഞാൻ കഴിവതും ഈ ചാനലിന് പോകാനേ പറയുള്ളൂ. അപ്പോൾ ഇത് മിസ്യൂസ് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേര് ഇതിനകത്തുണ്ടാവും, വളരെ കുറച്ച് പേര്. അവർക്കത് ഉപയോഗപ്പെടുന്നുണ്ടെന്ന് ഇതുവരെയുള്ള എല്ലാ വീഡിയോസിനകത്തും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ വിഷമത്തിലൂടെ വിഷമത്തിലൊക്കെ വാരാഹി ദേവി കൂടെ ഉണ്ടായിട്ടുണ്ട്, പ്രാർത്ഥന ഫലിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും സന്തോഷമുള്ള കാര്യം. അവരുടെ ആ ഒരു കഷ്ടപ്പാട് ദേവി അറിഞ്ഞ് അവർക്ക് നല്ലത് ചെയ്ത് കൊടുക്കുന്നു അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് എനിക്ക് ഞാൻ ആ രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. അത് എന്താ പറയുക, ശരിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അതിലൂടെ മാത്രമേ നമുക്ക് മന്ത്രം ജപിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഒരു വിശ്വാസം ഇല്ലാതെ ഒരു മന്ത്രം ജപിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർ നശിക്കട്ടെ എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ദുഷ്ടചിന്തയോടുകൂടി നമ്മൾ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ വിളിച്ചു കഴിഞ്ഞാലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത്, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് വാരാഹി ദേവിയെ വിശ്വാസമുണ്ടെങ്കിൽ, കാര്യം വാരാഹി ദേവിയുടെ സ്പെഷ്യൽ ചാനലാണിത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ കമൻസായിട്ട് മാക്സിമം ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, പേരും നാളും അതുപോലെ തന്നെ ആവശ്യവും മെൻഷൻ ചെയ്തിട്ടൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോസിനകത്ത് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലേറ്റസ്റ്റായിട്ട് പോകുന്ന കമൻറ്റിലെ എല്ലാവരെയും ഇനിയിപ്പോൾ വരുന്ന പ്രയറിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതിലും എല്ലാവരും അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പേരും നാളും അതുപോലെ തന്നെ ആവശ്യവും അടങ്ങുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം ഈ വീഡിയോസ് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അവരവരുടെ കാര്യങ്ങൾ എന്തായാലും നടന്ന് കിട്ടുന്നത് കൊണ്ടായിരിക്കുമല്ലോ, ഒരു വാരാഹി ദേവിയോട് അത്രയും വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർ ഈ ഒരു ചാനൽ കാണുന്നതും അതുപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതും. അതിന് ഞാൻ ഹാപ്പിയാണ്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. കാര്യം അവർ ഒരു ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ ഫ്ലോപ്പാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണോ എന്നറിയില്ല. കമൻസ് 1-2 പേര് കേട്ടോ.
എൻ്റെ ചാനലിൽ 1-2 പേര് മാത്രമേ അങ്ങനെ വരാറുള്ളൂ. അപ്പോൾ അവരെ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നതാണ്. അവർക്കൊന്നും ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ അവരെ ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ ദയവ് ചെയ്ത് ഈ ചാനലിൽ കാണരുതെന്നേ ഞാൻ പറയുള്ളൂ. അവർക്ക് പറ്റിയതല്ല എന്നത് മനസ്സിലായി. അപ്പോൾ ദൈവവിശ്വാസമുള്ളവർ മാത്രം ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ വരുന്ന നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ കേട്ടോ. അപ്പോൾ വരാഹി ദേവി ആരാണെന്ന് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. അപ്പം വരാഹി ദേവിയുടെ കാര്യം തന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നു എന്ന് നിങ്ങൾ വിചാരിക്കും. കാര്യം ഇതിലെ ഓരോ വീഡിയോസിനകത്തും അനുഭവസ്ഥരും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടാവും. അപ്പോൾ അവർക്കും കൂടെ പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വരാഹരൂപം പൂണ്ട ദേവി അതിശക്തയാണ്. നമ്മൾ വിചാരിക്കുന്ന ഏതൊരു കാര്യവും ശരവേഗത്തിൽ സാധിച്ചു തരാൻ കഴിവുള്ള ദേവിയാണ് വരാഹി ദേവി. ഒട്ടനവധി ക്ഷേത്രങ്ങൾ വരാഹി ദേവി, എസ്പെഷ്യലി നമ്മൾ നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലും വരാഹി ദേവിയെ പ്രതിഷ്ഠിച്ച് അവരുടെ ഭയങ്കര പവർഫുൾ മന്ത്രമാണ് എന്നവർക്കറിയാം. അത്രയും ബോധ്യമുള്ള ആളുകളാണ് അവർ. ഭയങ്കരമായ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നോർത്ത് ഇന്ത്യൻസിന് ഭയങ്കര വിശേഷപ്പെട്ട ഒരു എന്താ പറയുക പൂജകളിൽ ഒന്നാണ് വാരാഹി പൂജ എന്ന് പറയുന്ന പോലെ നമ്മുടെ നാട്ടിലും അതുപോലെ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് പഞ്ചമി ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് ആരോ 2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ക്ഷേത്രം എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് പറയാൻ പറ്റും. തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം. എൻ്റെ ഈ ചാനലിൽ തന്നെ ഞാൻ ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടുന്ന ഒരു സ്പേസാണ്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തിരിച്ച് പോരാനേ തോന്നില്ല. ഭയങ്കര ഒരു അനുഗ്രഹം നമുക്കവിടെ കിട്ടിയ പോലെ ഒരു ഫീലാണ്. കാര്യം വരാഹി ദേവിയുടെ വിഗ്രഹവും ദുർഗാദേവിയുടെ വിഗ്രഹവും കൂടെ ഉള്ള 2 പ്രതിഷ്ഠകളാണ്. പിന്നെ അല്ലാതെ നമ്മുടെ നാഗർ, ഗണപതി, അങ്ങനെ കുറച്ച് പ്രതിഷ്ഠയും കൂടെ ഉണ്ട് അവിടെ. വളരെ കുഞ്ഞു അമ്പലമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലൊക്കെ വളരെ കുഞ്ഞു അമ്പലമൊക്കെയാണ് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം അത് അവിടുത്തെ ആളുകളെല്ലാം കൂടെ ചേർന്ന് വലിയൊരു അമ്പലമായി. അത് ഭയങ്കര ഫേമസുമാണ്. പൗർണമി അതുപോലെ തന്നെ ചില പ്രത്യേക ദിവസങ്ങളിൽ അവിടെ പൂജ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവിൻ്റെ ഒരു ഇത് കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റുമല്ലോ. ദേവിയുടെ ഒരു ലൈവ് സെഷൻ കാണാൻ പറ്റും. ദേവി ക്ഷേത്രത്തിൽ വരാഹം രൂപം പൂണ്ട ദേവി അതിശക്തയാണ്. അപ്പോൾ നമ്മൾ ഈ മൃഗരൂപം പൂണ്ട ദൈവങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിലൊന്ന് ധ്യാനിച്ചാൽ പോലും കാര്യങ്ങൾ സാധിച്ചു കിട്ടുമെന്നാണ്, അത് വാസ്തവമാണ് എന്ന് പറയുന്ന മാതിരി വരാഹി ദേവി, വരാഹം പൂണ്ട ദേവി അതിശക്തിയാണ്. മന്ത്രവും അതുപോലെ പവർഫുള്ളാണ്. ഭയങ്കര ശക്തിയുള്ള ദേവിയാണ്. നമ്മൾ ഒന്ന് മനസ്സിൽ ധ്യാനിച്ച് വിശ്വാസത്തോടെ ധ്യാനിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ദുഷ്ടരെയും നിഗ്രഹിച്ച് നമ്മളുടെ കാര്യങ്ങളൊക്കെ തന്നെ ദേവി കേട്ട് നമ്മളെ ചേർത്ത് പിടിക്കും കേട്ടോ. ഭയങ്കര ശക്തിയാണ്. അത് ഞാൻ എങ്ങനെ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. അത്രയും പവർഫുള്ളാണ് കേട്ടോ. ഞാനും കുറേ വിഷമത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. എന്നാലിപ്പോൾ വിഷമമില്ല എന്നല്ല പറയുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും ഉള്ളതുപോലെ ഒരു തട്ടിയും മുട്ടിയും ഉള്ള ഒരു എന്താ പറയുക വിഷമവും സന്തോഷവും കലർന്ന ഒരു ജീവിതമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. പിന്നെ ഇൻറ്റൻസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരുത്തർക്കും അതിൻ്റെ ആ ഒരു വിഷമം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ സന്തോഷം കൂടുതലായിരിക്കും, വിഷമം കുറവാകും, അങ്ങനെയൊക്കെ വരാം. എന്നിരുന്നാലും നമ്മൾ ദൈവത്തെ മറന്നിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല. അതിങ്ങനെ എടുത്ത് തന്നെ പറയുന്നുണ്ട്. നമ്മളെ ദുഷ്ട എന്ന് പറയുന്നത് എല്ലായിടത്തും നന്മ ചെയ്യുന്ന വ്യക്തികൾ മാത്രമായിരിക്കില്ലല്ലോ അല്ലേ. ദുഷ്ടരുണ്ടാവും. അപ്പോൾ അവരോട് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാര്യം അവർ നമ്മളെന്തായാലും നശിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തി നമ്മളെ ചേർത്ത് പിടിക്കാൻ ദേവിക്ക് സാധിക്കും. അതുകൊണ്ട് അവരൊക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മളെ ഒന്നും ഏൽക്കുക പോലുമില്ല. അത് ആ വാരാഹി ദേവിയുടെ ശക്തിയാണ്. ആ മന്ത്രത്തിൻ്റെ ഒരു പവറാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എടുത്തു പറയാനുള്ളത്, ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിക്കാനൊക്കെ ഭയങ്കര വിഷമമുള്ള കുട്ടികൾ കാണും. കെയർലെസ്സാണ്, അല്ലെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല, ഒരു കെയറില്ല. ഒരു സാധനം എടുത്തു വെച്ച് കഴിഞ്ഞാൽ അടുത്ത സാധനം അടുത്തിരിപ്പുണ്ടോ അതെടുത്ത് മാറ്റണോ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സാധാരണ കുഞ്ഞുങ്ങളുടെ ഒരു ഇതിൽ വരാറുണ്ട്.
അപ്പോൾ ബുദ്ധിക്കും സിദ്ധിക്കും അതുപോലെ തന്നെ പഠിക്കാനുള്ള ആ ഒരു കഴിവ്, നല്ല സ്വഭാവമായി വളർന്നു വരാനും, അതുപോലെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ, പരീക്ഷയ്ക്കൊക്കെ വെയിറ്റ് ചെയ്യുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണിത്. അപ്പോൾ മാക്സിമം ഈ ഒരു മന്ത്രം 21 ദിവസം 21 തവണ ജപിക്കുക. ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ ലോകത്തുണ്ട് അല്ലേ. അപ്പോൾ അതിൽ കുറച്ച് പേരാണ് എൻ്റെ ഈ ഒരു ചാനലിനകത്ത് കമൻറ്റ് വന്നിരിക്കുന്നത്, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അവർക്കൊക്കെയും ഉപകാരപ്പെടുന്ന ഒരു മന്ത്രമാണ്. ഇത്രമാത്രം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഡെയിലി റൊട്ടീനും, അതായത് നിങ്ങൾ ഡെയിലി എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഹൗസ് വൈഫ് ആയിക്കോട്ടെ, ലൈക്ക് ഒരു കോളേജിൽ പ്രൊഫസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലൈക്ക് ഡോക്ടർ ആയിക്കോട്ടെ, നഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ജോലി സംബന്ധമായ തിരക്കുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്കൊരു 5 മിനിറ്റ് മൊബൈൽ എടുക്കാനൊരു സമയം കിട്ടും. ആ ഒരു സമയം നിങ്ങൾ ദേവിയുടെ മന്ത്രം ജപിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, സ്കിപ്പ് ചെയ്യാതെ. ഇതിൽ കൂടി തന്നെ നിങ്ങൾക്ക് മന്ത്രം ഉരുവിടുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 21 തവണ ജപിക്കാനും സാധിക്കും. അപ്പോൾ ഓരോ വീഡിയോസും ഓരോ തരത്തിലുള്ള ആവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഓരോ വീഡിയോസിലും. അതെല്ലാം നിങ്ങൾ വാച്ച് ചെയ്യണം. ഡെയിലി ഓരോ വീഡിയോസും കണ്ടു നോക്കുക. അതുപോലെ തന്നെ കമൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ, വെരി ഫസ്റ്റ് വീഡിയോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി നല്ല കമൻറ്റ്സാണ് കേട്ടോ. അതായത് ഈ ഒരു ചാനൽ നിങ്ങൾ നോക്കിയാൽ കാണും, കൂടുതലും നല്ല കമൻറ്റ്സാണ്. എല്ലാവരും അങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് അങ്ങനെ വരാറില്ല മീൻസ് ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നതല്ല. കാര്യം ദൈവത്തോടുള്ള ഒരു വിശ്വാസമുള്ള വ്യക്തികൾ മാത്രമാണ് ഈ ഒരു ചാനലിൽ വന്നിട്ട് നല്ല രീതിയിൽ ഇടപെടാറുള്ളൂ. അപ്പോൾ വരാഹിദേവി മനസ്സിൽ ധ്യാനിച്ചിട്ട് ഇതൊന്ന് ചെയ്തു നോക്കുക. തൊഴിൽ രഹിതർ, അതായത് തൊഴിൽ ലഭിക്കുന്നില്ല, ഒരുപാട് കഷ്ടപ്പെടുന്നു, ഒരുപാട് എഫേർട്ട് ഇട്ടു, പരീക്ഷ എഴുതി, വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, ഒന്നും ശരിയാവുന്നില്ല, ഇവർക്കൊക്കെ ഉപകാരപ്പെടുന്ന മന്ത്രമാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേതാണ് മന്ത്രം എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം. എല്ലാവരും 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുക. ഏതാണെന്ന് പറയാം. ഓം ഭക്താനാം അഭയപ്രദായ നമഃ. 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 ഓം ഭക്താനാം അഭയപ്രദായ നമഃ.
ॐ भक्तानाम् अभयप्रदाय नमः। 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 ॐ भक्तानाम्
अभयप्रदाय नमः। ॐ भक्तानाम् अभयप्रदाय नमः। ॐ भक्तानाम् अभयप्रदाय नमः। ॐ भक्तानाम् अभयप्रदाय नमः। ॐ भक्तानाम् अभयप्रदाय नमः। ॐ भक्तानाम् अभयप्रदाय नमः।